വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പരിപാടി ഇന്ന് ഉത്രാട ദിനമായിട്ട് നമ്മൾ തൃക്കാക്കരപ്പനെ ഒരുക്കി വെക്കുന്ന തിരക്കിലാണ്. വിഭവസമൃദ്ധമായ വിഭവങ്ങളോട് കൂടി ഞങ്ങൾ അതിനു വേണ്ടി ഓണത്തെ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോക്ക് പോകാനായിട്ട് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് ഇവരിത് ഇവിടെ പൂവൊക്കെ സെറ്റാക്കാൻ കേട്ടോ. മാമൻ മിററൊക്കെ നോക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ കുറേ പൂവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ ഈർക്കിളി ഉണ്ടാവുമല്ലോ, ആ പച്ച ഈർക്കിളിയൊക്കെ പൊട്ടിച്ചിടുന്ന് അതിൽ കോർത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാനും കുറച്ച് കോർത്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണല്ലോ, അപ്പോൾ അതൊക്കെ അവർ കോർത്തുകൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ. പിന്നെ പൂവട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ പൂവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 5-6 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈർക്കിളി. അപ്പൊ ഗായ്സ് ഇത് നമ്മളെ തൃക്കാക്കരപ്പന്റെ മേലെ വെക്കാനുള്ള പൂവിന്റെ ഡെക്കറേഷൻ ആണത്. അപ്പൊ ഗായ്സ് നമ്മുടെ തൃക്കാക്കരപ്പന്റെ അവിടെ അണിയിച്ചൊരുക്കാനുള്ള പൂവുകളാണ് ഞങ്ങളത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നിമിഷങ്ങളിൽ ഞങ്ങള് തൃക്കാക്കരപ്പനെ വെക്കാൻ പോകും. ലൈവ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് പൂവട്ടി ഇങ്ങനെ തൂക്കിയിടും. അതിന് അത്യാവശ്യം വേണ്ട പൂവുകളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പൂവുകളെല്ലാം ഇവിടെ ഈർക്കിളിൽ കുത്തിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റ്. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് എല്ലാവരും അമ്മമ്മയൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് വരാം. ക്യാമറമാൻ ഫോളോ ചെയ്യും. അപ്പോൾ ഗൈസ് പൂ നിങ്ങൾ കണ്ടല്ലോ, ചെണ്ടുമല്ലി അങ്ങനെ എല്ലാ പൂക്കളും വെച്ചിട്ട് അവിടെ കോർത്തിട്ട് ഇവിടെ പൂവട്ടിയിലും ഒക്കെ പൂവാക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിലത്തെ കുറേ പരിപാടികളൊക്കെ കാണാൻ പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അമ്മമ്മ മാവ് കഴിക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അട ഇടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മമ്മക്ക് ഇതാ അവിടെ ഒക്കെ സെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്മയുടെ വക എന്തൊക്കെയോ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മയും കൂടിയിട്ടാണ് അട ഉണ്ടാക്കണം. മാമി അവിടെ അപ്പുറത്ത് വേറെന്തോ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് അകത്തത് നമ്മളെ കിണ്ടി വിളക്ക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇലകളുണ്ട്, നാക്കില, തൃക്കാക്കരപ്പ വെക്കാനുള്ള നാളെ സദ്യക്കുള്ള ഇലകളൊക്കെ ഉണ്ട്. പിന്നെ തുളസിയൊക്കെ ഉണ്ടോ ഇവിടെ, തുളസിയൊക്കെ പൊട്ടിച്ചു വിടുന്ന് വെച്ചിട്ടുണ്ട്. തൃക്കാക്കരപ്പൻ്റെ വെക്കാനുള്ള തുളസിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെന്താ, പിന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബക്കറ്റിൽ ഉണ്ണിയപ്പമാണ് ഗൈസ്. അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മമ്മ ബക്കറ്റിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാനുള്ള ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് തൃക്കാക്കരപ്പന് വെച്ച് കൊടുക്കാനുള്ള അട ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ അമ്മമ്മ. അപ്പോൾ അട അവിടെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മിക്ക് അപ്പുറത്തുണ്ട് അട പരത്തുകയാണ്. പിന്നെ അപ്പുറത്ത് തീയ് നമ്മളെ ചട്ടിയൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റ് കേട്ടോ ഗൈസ്. പിന്നെ അത് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മാവിലേക്ക് അടയിലേക്ക് തേങ്ങയൊക്കെ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാ അതിലിനി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് അടയൊക്കെ മടക്കി സെറ്റ് ആയിട്ടുണ്ട്. ഒരു അട അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മി മാമൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർ പിന്നാലെ പോയിട്ട് എന്താ അവർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ അതാ ഉത്രാടത്തിൻ്റെ പൂക്കളൊക്കെ മഴ കൊള്ളാതിരിക്കാൻ കുടയൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൃക്കാക്കരപ്പൻ ഒക്കെ മാമ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇരിക്കണത്. ഈ 5 മാമ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മമ്മ ഉണ്ടാക്കിയ ചന്ദൻ തിരിയുടെ ഒരു സംഭവം അമ്മി കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പുറത്ത് 2 ഉണ്ട് കേട്ടോ. അത് അമ്മമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കാക്കരപ്പൻ. ഇതാണ് പിന്നെ അത് തൃക്കാക്കരപ്പൻ വെക്കേണ്ട സമയമായി. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി വന്നു. മാമനും മാമിയൊക്കെ ഇതവിടെ വിളക്കിൽ തിരിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അമ്മമ്മ ഇലയൊക്കെയായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പേല കണ്ടത്. പിന്നെ മാമി തിരിയൊക്കെ അവിടെ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ കിണ്ടിയിൽ വെള്ളമാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പൂക്കളൊക്കെ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ മാമ അത് അവിടെ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അവിടെ മാമ നിൽക്കുന്നുണ്ട്. പിന്നെ അച്ഛനും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും റെഡി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ഇവിടെ ഉണ്ട് കേട്ടോ. അത് അമ്മ എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മയൊക്കെ അകത്തുണ്ട്. അമ്മമ്മ എന്തൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അമ്മയും അവിടെ അകത്ത് എന്തൊക്കെയുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഗൈസ് മൊത്തം ഇരുട്ടാണ് കേട്ടോ. നമ്മൾ രാത്രിയാണല്ലോ വീഡിയോ എടുക്കണത്. അപ്പം മാമനാണ് വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. അപ്പം അമ്മമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മാമ അതേ വിളക്കൊക്കെ 5 തിരിയൊക്കെ ഇട്ട് നമ്മൾ വിളക്കൊക്കെ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. 5 തിരിയും കത്തിച്ച് പ്രകാശം വന്നിരിക്കുന്നു. പിന്നെ കിണ്ടിയിൽ വെള്ളമാക്കിയിട്ട് കിണ്ടിയും വെച്ചിട്ടുണ്ട്. അതിലിടയ്ക്ക് നമ്മൾ കോലം വരയ്ക്കുന്ന ടൈം ആകുമ്പോഴാണ് ഗൈസ് കറണ്ട് പോയത്. അപ്പോൾ കുറച്ച് വെളിച്ചം കുറവൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സഹിച്ചിട്ട് വേണം നമ്മളെ വീഡിയോ കാണാൻ. അപ്പോൾ അമ്മമ്മ അത് ഇവിടെ കോലം വരയ്ക്കാൻ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് പൂക്കളത്തിനും ചുറ്റുമൊക്കെ നമ്മൾ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് കോലം വരയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് കോലം വരച്ചിട്ടുള്ളത്. അമ്മമ്മ ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നാക്കല കൊടുന്ന് പൂക്കളത്തിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ടുണ്ട് അച്ഛൻ കേട്ടോ. അച്ഛൻ കൊടുന്ന് നാക്കലൊക്കെ വെച്ചു. എന്നിട്ട് ആ ഇലയിലുണ്ടല്ലോ, ആ ഇലയിൽ നമ്മൾ മാവ് കോലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത പ്രധാന പരിപാടി തൃക്കാക്കരപ്പന എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ മാമ വലിയ തൃക്കാക്കരപ്പനയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അച്ഛൻ ഫസ്റ്റ് ഒരു വലിയ തൃക്കാക്കരപ്പന പിന്നെയൊക്കെ ചെറുതാവുമല്ലോ. അപ്പോൾ അച്ഛൻ ബാക്കിയുള്ള ചെറിയ തൃക്കാക്കരപ്പനൊക്കെ എടുത്തിട്ട് ചുറ്റും വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 അച്ഛനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കിണറിൻ്റെ അവിടെയും വഴിയുടെ അവിടെയും വെക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ 3 തൃക്കാക്കരപ്പന ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 5 എണ്ണം നമ്മളിവിടെ ഫസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇലയിൽ വെച്ചു. പിന്നെ 2 എണ്ണം വേറെ കിണറിൻ്റെ അവിടെയും വഴിയിലും വയ്ക്കാം. അതുപോലൊക്കെ അമ്മമ്മ അരിമാവുണ്ടല്ലോ അതൊക്കെ എല്ലാ തൃക്കാക്കരപ്പൻ്റെ മീതെയും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ അടുത്ത തൃക്കാക്കരപ്പനെ അച്ഛൻ കൊടുന്ന് വെച്ചു. വയ്ക്കുന്നതോറും അമ്മമ്മ ഇങ്ങനെ അരിമാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മീതെ കളം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മി അപ്പുറത്തെ ഫോണിൽ ലൈവ് ഇടുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. പിന്നെ അടുത്ത പരിപാടി നമ്മൾ നേരത്തെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമ്മിയും മാമനും ഞാനും കൂടി സെറ്റാക്കിയിരുന്ന പൂവുണ്ടല്ലോ, പൂവ് ഈർക്കിളിയിൽ കുത്തിയത്, അതൊക്കെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തൃക്കാക്കരപ്പനെ. അതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. തൃക്കാക്കരപ്പൻ്റെ മീതെ നല്ല അടിപൊളി നല്ല ഭംഗിയായില്ലേ. അപ്പം അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും ഗൈസ് കരണ്ടൊക്കെ വന്നു, സെറ്റായി അടിപൊളിയായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ കാണാനുണ്ടാവും. മാമൻ ബാക്കി 2 പൂവൊക്കെ വെക്കുകയാണ്. അപ്പോൾ കരണ്ട് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അമ്മി ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് ഗൈസ്, വീഡിയോ എടുക്കുന്ന ഇടയിൽ കൂടെയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ തൃക്കാക്കരപ്പനൊക്കെ വെച്ചു. ഇനി പൂജ ചെയ്യണം. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് തൃക്കാക്കരപ്പന ഓണക്കോടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വസ്ത്രത്തിൻ്റെ നൂല് വെച്ച് ചെയ്തു. പിന്നെ അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് അച്ഛൻ തൃക്കാക്കരപ്പന നേദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിനെ കർപ്പൂരം വെച്ചിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ 3 പ്രാവശ്യമൊക്കെ ഒഴിഞ്ഞു. പിന്നെ ഗൈസ് കനലുണ്ടാവുമല്ലോ, അപ്പോൾ നമ്മൾ കനലൊക്കെ വെച്ചിട്ട് ചട്ടിയിൽ കനലാക്കിയിട്ട് അതും ആയിട്ട് 3 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിരിക്കുകയാണ് കേട്ടോ. മാമ അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുകയാണ്. പിന്നെ ചന്ദനത്തിരി വെച്ചിട്ടും അടുത്തത് ചന്ദനത്തിരി വെച്ചിട്ടും ചെയ്യാൻ കേട്ടോ. പിന്നെ വാഴ ഇലയിൽ തിരിയാണ് കേട്ടോ. അപ്പോൾ തിരി കത്തിച്ചിട്ട് അതായിട്ടും ഒഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന അട ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ തൃക്കാക്കരപ്പനെ വെച്ച് കൊടുക്കും. അപ്പോൾ കുറേ തൃക്കാക്കരപ്പുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ ഇവിടെ. ആദ്യം അവിടെ ഉള്ളതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വെച്ച് കൊടുത്തു.
പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ അപ്പോൾ ഗൈസ് നമ്മൾ ഉത്രാടം ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ നാളത്തെ ഓണം വ്ളോഗിൻ്റെ വീണ്ടും കാണാം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.